Hello students, welcome to the ninth session of our first module. Students, today we will be discussing about coplanar coplanar forces but non-concurrent. Coplanar non-concurrent. Okay. So far we have discussed problems related to concurrent forces. So all coplanar concurrent forces. But here we are now dealing with non-concurrent forces. Non-concurrent forces means they are not at all intersecting at any point, even though they are acting in the same plane. Okay, so that is what you mean by coplanar non-concurrent forces. Okay, so if all the forces in a system lie in a single plane, they are called coplanar. And the lines of action of all the forces not pass through a single point means they are non-concurrent. Okay. So, for example, here we have a beam. So, you know what is a beam? Okay. So, there is a beam. Beam is supported by some supports. Some supports are here. Suppose so many forces are acting on this beam. F1, F2, F3. So this is an example for coplanar forces because they are all the three forces are acting on the same plane, but they are not intersecting at any point since they are parallel to each other. So they are called non-concurrent forces. Okay. So before we deeply go to the analysis part of this particular type of whole system, we will learn some of the important terms that we are going to use in this system. Okay, so what do you mean by moment of a force? Moment, very important. Moment of a force. And then in moment of force എന്ന് വെച്ചാൽ moment of force is the measure of rotational effect. Rotational effect of a force. Rotational effect of a force. അപ്പോൾ നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടാവും +2 ക്ലാസ്സസിൽ. എന്താണ് മൊമെൻറ്റ്? സപ്പോസ് ഇതൊരു വാതിലാണെന്ന് എഴുതുക. ഓക്കെ, so this will a door with a handle. Suppose we are applying a force at this handle to open this particular door. So this force will try to rotate this particular door, right? ഈ ഡോർ ഒന്ന് ഒരു റൊട്ടേഷണൽ എഫക്റ്റ് വന്നില്ല, തുറക്കുമ്പോൾ ഒരു റൊട്ടേഷൻ ആയിട്ട്. അപ്പോൾ സപ്പോസ് ദിസ് ഈസ് ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ അല്ലേ, ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഓക്കെ, so every force has got a rotational effect, but given the axis of rotation should be at a distance from this applied force, എന്നെങ്കിൽ മാത്രമേ അതിനൊരു റൊട്ടേഷണൽ എഫക്റ്റ് ഉണ്ടാവും. നേരെ മറിച്ച് നമ്മൾ ഈ ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ തന്നെയാണ് ഫോഴ്സ് അപ്ലൈ ചെയ്തതെങ്കിൽ ഈ ഡോറ് തുറക്കുമോ? ഇല്ല, ഡോർ തുറക്കില്ല. ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ തന്നെയാണ് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തെങ്കിൽ ഡോർ തുറക്കില്ല. ഡോറിൻ്റെ അറ്റത്ത് കൊടുക്കുമ്പോഴാണ് ഈസി ആയിട്ട് തുറക്കുന്നത്. ഇതിൻ്റെ ഇടയിലാണ് കൊടുക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ എഫേർട്ട് നമുക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ റൊട്ടേഷണൽ എഫക്റ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ ഫോഴ്സും ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്, അപ്ലൈഡ് ഫോഴ്സും ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട് ഈ ഡിസ്റ്റൻസ് ഓഫ് ദി ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് ഫ്രം ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ. 2 പോയിന്റ്സ്. ഒന്ന് എമൗണ്ട് ഓഫ് ഫോഴ്സ് ഉണ്ട്, പിന്നെ ഡിസ്റ്റൻസ് ഓഫ് ലൈൻ ഓഫ് LO എന്ന് വെച്ചാൽ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് ഫ്രം ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഒരു ആക്സിസിനെ ബേസ് ചെയ്തിട്ടായിരിക്കുമല്ലോ അത് റൊട്ടേറ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ നമ്മളെ ഡോറിന് ഹിഞ്ചസ് ഉണ്ടാവും. അറിയാമല്ലോ, ആ ഹിഞ്ചസ് ഒരു വാളിന് ഇത് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഹിഞ്ചസ് വരുന്ന ആ ഒരു ലൈനാണ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആക്സിസ് ഓഫ് റൊട്ടേഷനെ ഹിഞ്ചസ് എന്നൊരു മാക്സിമം ഡിസ്റ്റൻസിൽ നമ്മൾ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാലാണ് അത് ഈസി ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുക. ഹിഞ്ചസിന് ക്ലോസ് ആയിട്ട് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ വി ഹാവ് ടു അപ്ലൈ മോർ എഫേർട്ട് അല്ലേ, മോർ എഫേർട്ട്. ഇനി ഹിഞ്ചസിൻ്റെ അടുത്ത് തന്നെയാണ് ആ ലൈൻ ഓഫ് ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ തന്നെയാണ് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആ ഡോർ റൊട്ടേറ്റ് ചെയ്യില്ല, കാരണം ആടെ ഡിസ്റ്റൻസ് 0 ആയി. ഓക്കെ, സോ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ഒരു ബോഡി ഉണ്ട്.
ഈ ബോഡിയിൽ എന്ത് ആക്ട് ചെയ്യുന്നുണ്ട്? ഒരു ഫോഴ്സ് എഫ് ആക്ട് ചെയ്യുന്നുണ്ട്. സപ്പോസ് ദിസ് ഈസ് ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ്. ഓക്കെ, ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ്. ഓക്കെ, ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ്. അപ്പോൾ ഒരു പോയിന്റ് 1 ഉണ്ട്, ഒരു പോയിന്റ് 2 ഉണ്ട് ആ ബോഡിയിൽ. ഓക്കെ, സോ ദ പോയിന്റ് അബൌട്ട് വിച്ച് മൊമെൻറ്റ്. അപ്പോൾ മൊമെൻറ്റ് നമുക്ക് കൺസിഡർ ചെയ്യാൻ ഓരോ ഡിഫറെൻറ്റ് പോയിന്റ്സിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് മൊമെൻറ്റ് കൺസിഡർ ചെയ്യാം അല്ലേ. അപ്പോൾ ഈ മൊമെൻറ്റ് എന്ന് പറയുന്നത്, മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു, മൊമെൻറ്റ് എന്താണ് നമ്മൾ പറഞ്ഞത്? ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ദ റൊട്ടേഷൻ എഫക്റ്റ്. മൊമെൻറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് വെച്ചാൽ പ്രൊഡക്റ്റ് ഓഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സും പിന്നെന്താണ്, ആൻഡ് perpendicular distance of the point from the line of action of force. അപ്പോൾ ഏത് പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ആ പോയിന്റിൽ നിന്ന് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും ആ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെയും എന്താണ് പ്രൊഡക്റ്റാണ് എന്ത് മൊമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 1നെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മൊമെൻറ്റ് ബേസ്ഡ് ഓൺ 1 ആണെങ്കിൽ M1 ഈസ് ഈക്വൽ ടു ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. സപ്പോസ് ഇത് D1 ആണെങ്കിൽ M1 ഈക്വൽ ടു FD1 ആണ്, FD1. അതേപോലെ ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ലൈൻ ഓഫ് ആക്ഷനിലേക്ക്, അത് ഫോഴ്സിനെ മുട്ടണമെന്നില്ല, ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്താണ് D2 ആണെങ്കിൽ M2 ഈസ് ഈക്വൽ ടു FD2 എന്ന് പറയും, F ഇൻറ്റു D2. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ 1ഉം 2 എന്നുള്ള പോയിന്റിന് നമ്മൾ മൊമെൻറ്റ് സെൻറ്റേഴ്സ് എന്ന് പറയും, മൊമെൻറ്റ് സെൻറ്റേഴ്സ്. അപ്പോൾ ഏത് പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണോ നമ്മൾ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ആ പോയിന്റ് മൊമെൻറ്റ് സെൻറ്റർ എന്ന് പറയും. പിന്നെ ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിന് മൊമെൻറ്റ് ആം എന്ന് പറയും, മൊമെൻറ്റ് ആം. ആ ഡിസ്റ്റൻസ് മൊമെൻറ്റ് ആം ആണ്. ഓക്കെ, മൊമെൻറ്റ് ആം. സപ്പോസ് നമ്മൾ ഈ മൊമെൻറ്റ് കാണുന്ന ഒരു പോയിന്റ് 3 ആ ലൈൻ ഓഫ് ആക്ഷനിൽ തന്നെയാണെങ്കിൽ അവിടെ മൊമെൻറ്റ് ആം എന്ന് പറയുന്നത് മൊമെൻറ്റ് ആം D3 ഈസ് ഈക്വൽ ടു 0 അല്ലേ. അതുകൊണ്ട് M3 എന്തായി? F ഇൻറ്റു 0. അപ്പോൾ അങ്ങനെ ഒരു പോയിന്റ് ലൈൻ ഓഫ് ആക്ഷനിൽ തന്നെ ഉള്ള ഒരു പോയിന്റ് എന്തുണ്ടാക്കില്ല? മൊമെൻറ്റ് ഉണ്ടാക്കില്ല. ഓക്കെ, മൊമെൻറ്റ് ഉണ്ടാക്കില്ല. അല്ലെങ്കിൽ ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ തന്നെ ഫോഴ്സ് ആക്ട് ചെയ്ത്, അതായത് ഈ ഫോഴ്സും നമ്മൾ എടുക്കുന്ന പോയിന്റ് തമ്മിൽ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇല്ലെങ്കിൽ അവിടെ എന്തില്ല? അവിടെ ഒരു മൊമെൻ്റ് ഇല്ല. മൊമെൻ്റ് ഇല്ല എന്ന് വെച്ചാൽ നോ റൊട്ടേഷണൽ എഫക്റ്റ് ഈ കേസിൽ. ഓക്കെ, സോ അതാണ് മൊമെൻ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ്. അപ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇതിന് ഡയറക്ഷൻ. സപ്പോസ് ഈ M1ൻ്റെ ഡയറക്ഷൻ ഈ പോയിന്റ് 1നെ ഇത് 1 വെച്ച് നോക്കുമ്പോൾ ദിസ് പെർട്ടിക്കുലർ ഫോഴ്സ് F ട്രൈസ് ടു റൊട്ടേറ്റ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഓക്കെ, ബട്ട് കൺസിഡറിങ് ദ പോയിന്റ് 2 ദ ഫോഴ്സ് F ട്രൈസ് ടു റൊട്ടേറ്റ് ഇൻ ദി ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ അത് നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും. ഈ 1 വെച്ച് നോക്കുമ്പോൾ 1ൻ്റെ റൈറ്റ് സൈഡിലേക്കാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലേ. 1ൻ്റെ നമ്മളൊരു വ്യൂ പോയിന്റിൽ റൈറ്റ് സൈഡിലേക്ക് വെച്ചാൽ അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുക. 2 വെച്ച് നോക്കുമ്പോൾ നമ്മൾ 2യുടെ ഒരു ലെഫ്റ്റ് സൈഡിലേക്കാണ് ഇത് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആയിരിക്കും ആ മൊമെൻ്റ് ഉണ്ടാക്കുക. So that is how you determine the direction of the rotation. Okay, the direction of whether it is clockwise or anti-clockwise. Okay, and now very important theorem ഉണ്ട്, Varignon's theorem. Okay, അപ്പോൾ the Varignon's theorem states that the algebraic sum of moments of a system of coplanar forces about a moment center
about a moment center is equal to the moment of the resultant force the resultant force about the same moment center. അപ്പോൾ പറയുന്നത് നമുക്ക് ഡിഫറെൻറ്റ് നമ്പർ ഓഫ് ഫോഴ്സസ് ഉണ്ട്. സപ്പോസ് ആ ഫോഴ്സസിന് ഒരു ദർ ആർ ടു ഫോഴ്സസ്. ആ ടു ഫോഴ്സസിൻ്റെ റിസൾട്ടൻ്റ് കാണാൻ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ പറയുന്നത് വെച്ചാൽ ഈ രണ്ട് ഫോഴ്സിൻ്റെയും ഒരു പർട്ടിക്കുലർ മൊമെൻ്റ് സെൻറ്ററിനെ ബേസ് ചെയ്തിട്ട് മൊമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ ആ മൊമെൻറ്റിൻ്റെ സമ്മ് ഈ റിസൾട്ടൻ്റ് ആ സെയിം മൊമെൻ്റ് സെൻറ്ററിനെ ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന മൊമെൻറ്റിൻ്റെ വാല്യൂവിന് ഈക്വൽ ആയിരിക്കും. മനസ്സിലായി? ദ അൾജിബ്രൈക് സം ഓഫ് മൊമെൻ്റ് ഓഫ് എ സിസ്റ്റം ഓഫ് കോപ്ലനാർ ഫോഴ്സസ് എബൌട്ട് എ മൊമെൻ്റ് സെൻറ്റർ. അതായത് ഡിഫറെൻറ്റ് ഫോഴ്സസ് ഒരു പർട്ടിക്കുലർ മൊമെൻ്റ് സെൻറ്ററിനെ ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന മൊമെൻറ്റിൻ്റെ അൾജിബ്രൈക് സമ്മ് വിൽ ബി ഈക്വൽ ടു ദി മൊമെൻ്റ് ഓഫ് ദ റിസൾട്ടൻറ്റ് ഫോഴ്സ് എബൌട്ട് ദ സെയിം മൊമെൻ്റ് സെൻറ്റർ. റൈറ്റ്? സപ്പോസ് ഐ ഹാവ് എ ഫോഴ്സ് ലൈക്ക് ദിസ്. So this is F1 and I have another force F2. Suppose its resultant is like this is the resultant R. R is the resultant of F1 and F2. Suppose I have a point O here, the moment center. I am calculating the moment based on this particular point O, and the perpendicular distance to all these three different forces, that is F1, F2 and the resultant R can this is D2. So this is D1, perpendicular distance to F1, and this is D, perpendicular distance to the resultant R. Then according to Weygner's theorem, F1 D1 plus F2 D2 should be equal to RD. മനസ്സിലായി? ഇതാണ് വെയ്ഗ്നസ് തിയറം പറയുന്നത്. ഇതെന്താണ്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. O എന്നുള്ള ഒരു പർട്ടിക്കുലർ മൊമെൻ്റ് ഓഫ് സെൻറ്റർ എടുത്തിട്ട് അവിടെ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യുക? പ്രൂഫ് എന്ന് പറയുന്നത് സെയിം. നമ്മൾ F1 എടുത്തു, ഓക്കെ, F2 എടുത്തു, R എടുത്തു, O എടുത്തു, ഓക്കെ, O. സപ്പോസ് ഇത് എ എന്നുള്ള പോയിന്റ് എടുത്തു, ഇത് എ എന്നുള്ള അതാണ് F2. അപ്പോൾ ഇത് എ, സപ്പോസ് ഇത് ഓന്ന് റിസൾട്ടനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇതാണ്. അപ്പോൾ ഈ പോയിന്റ് ബി എടുത്തോ, ഓക്കെ, ഇതൊന്ന് ജോയിൻ ചെയ്തു. അപ്പോൾ സപ്പോസ് ഒരു എക്സ് ആക്സിസ് ഞാനൊരു എക്സ് ആക്സിസ് എടുക്കുന്നു. ഞാൻ ഇത് വൈ ആക്സിസ് ആയിട്ട് എടുത്തു. ഇത് വൈ ആക്സിസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ AO എന്നുള്ളത് വൈ ആക്സിസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഞാനൊരു എക്സ് ആക്സിസ് വരച്ചു. ഓക്കെ, ഇനി എക്സ് ആക്സിസ് ആറിലേക്ക് ആംഗിളാണ് തീറ്റ എങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ആറിൻ്റെ പെർപെൻഡിക്കുലറും എക്സിൻ്റെ പെർപെൻഡിക്കുലറും ഉണ്ടാക്കുന്ന ആംഗിളും തീറ്റ തന്നെ ആയിരിക്കും, അല്ലേ? ജോമെട്രി. ഓക്കെ, തീറ്റ ആയിരിക്കും. ഇനി നോക്കാം. എന്ന് വെച്ചാൽ ഈ ഈ ഡിസ്റ്റൻസ് ഡി ആണെങ്കിൽ സപ്പോസ് R ഇൻറ്റു ഡി എന്നുള്ളത് നമുക്ക് R ഇൻറ്റു ഇത് AO അല്ലേ, AO ഇത് 90 ഡിഗ്രി. അപ്പോൾ AO ക്യാൻ ബി റിട്ടേൺ ആസ് ദിസ് D ക്യാൻ ബി റിട്ടേൺ ആസ് AO കോസ് തീറ്റ. D ക്യാൻ ബി റിട്ടേൺ ആസ് AO ഇൻറ്റു കോസ് തീറ്റ. മീൻസ് ഹൈപ്പോട്ടനസ് ഇൻറ്റു കോസ് തീറ്റ. AO ആണ് ഹൈപ്പോട്ടനസ്. അപ്പോൾ AO ബൈ ഡി ആയിരിക്കും, എന്താണ്, D ബൈ AO ആയിരിക്കും കോസ് തീറ്റ, അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്, അല്ലേ? D ബൈ AO ഈസ് ഈക്വൽ ടു കോസ് തീറ്റ. ട്രയാങ്കിൾ AOB എടുത്തു കഴിഞ്ഞാൽ അത് മനസ്സിലാവും നിങ്ങൾക്ക്. അങ്ങനെയാണെങ്കിൽ ഡിക്ക് പകരം AO കോസ് തീറ്റ എഴുതി. ഇനി AOനെ ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ട് R കോസ് തീറ്റ എന്ന് മാറ്റി.
ആർ ഡി ഈക്വൽ ടു എ ഒ ഇൻറ്റു ആർ കോസ് തീറ്റ, അല്ലെങ്കിൽ എ ഒ ഇൻറ്റു ആർ എക്സ് എന്ന് എഴുതി. ആർ എക്സ് എന്ന് വെച്ചാൽ എന്താ ഈ ആറിൻ്റെ കോസ് തീറ്റ കോമ്പണൻറ്റ്, ഇത് തീറ്റ അല്ലേ, അപ്പോൾ ആറിൻ്റെ കോസ് തീറ്റ കോമ്പണൻ്റ് ആണ് അതിൻ്റെ എക്സ് കോമ്പണൻറ്റ് അല്ലേ, എക്സ് കോമ്പണൻറ്റ്. അപ്പോൾ അതിന് ആർ എക്സ് എന്ന് എഴുതി. കോസ് തീറ്റ കോമ്പണൻറ്റ് എക്സ് കോമ്പണൻ്റ് ആയിട്ട് അതൊക്കെ നമ്മൾ വി ഹാവ് ലേൺഡ് ഇൻ ദ പ്രീവിയസ് ക്ലാസ്, റൈറ്റ്? സോ എ ഒ ഈസ് റിട്ടേൺ ആസ് ആർ ഡി ഈസ് റിട്ടേൺ ആസ് എ ഒ ആർ എക്സ്. സിമിലർലി ഇതുപോലെ നമുക്ക് എഫ് വൺ ഡി വണ്ണിനെ നമുക്ക് ഇതേപോലെ എ ഒ ഇൻറ്റു എഫ് വൺ എക്സ് എന്ന് എഴുതാം. സിമിലർലി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ആർ ഡിയെ നമ്മൾ എ ഒ ആർ എക്സ് എഴുതിയ പോലെ എഫ് വൺ ഡി വണ്ണിന് എ ഒ എഫ് വൺ എക്സ് എഴുതാം. അതേപോലെ എഫ് ടു ഡി ടുന് എ ഒ എഫ് ടു എക്സ് എന്ന് എഴുതാം അല്ലേ. അപ്പോൾ എഫ് വൺ ഡി വൺ പ്ലസ് എഫ് ടു ഡി ടു ഈസ് ഈക്വൽ ടു എ ഒ എഫ് വൺ എക്സ് പ്ലസ് എ ഒ എഫ് ടു എക്സ് എന്ന് എഴുതാം. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു എ ഒ കോമൺ ആയിട്ട് എടുത്താൽ എഫ് വൺ എക്സ് പ്ലസ് എഫ് ടു എക്സ് എന്ന് എഴുതാം. പക്ഷെ നമുക്കറിയാം എഫ് വണ്ണിൻ്റെയും എഫ് വൺ ആൻഡ് എഫ് ടുവിൻ്റെയും റിസൾട്ടൻ്റ് ആണ് ഏത്, ആറ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എഫ് വണ്ണിൻ്റെ എക്സ് കോമ്പണൻ്റ് ആഡ് ചെയ്ത് എഫ് വണ്ണിൻ്റെയും എഫ് ടുവിൻ്റെയും എക്സ് കോമ്പണൻ്റ് ആഡ് ചെയ്താൽ നമുക്ക് റിസൾട്ടൻറ്റിൻ്റെ എക്സ് കോമ്പണൻ്റ് കിട്ടും. അതേപോലെ എഫ് വൺ വൈ പ്ലസ് എഫ് ടു വൈ ചെയ്താൽ നമുക്ക് റിസൾട്ടൻറ്റിൻ്റെ വൈ കോമ്പണൻ്റ് കിട്ടും. ഇതൊക്കെ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ എഫ് വൺ എക്സ് പ്ലസ് എഫ് ടു എക്സ് എന്ന് വെച്ചാൽ റിസൾട്ടൻറ്റിൻ്റെ എക്സ് കോമ്പണൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ആർ എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ. അപ്പോൾ എഫ് വൺ ഡി വൺ പ്ലസ് എഫ് ടു ഡി ടു ഈസ് ഈക്വൽ ടു എ ഒ ഇൻറ്റു ആർ എക്സ് അല്ലേ. പക്ഷേ എ ഒ ആർ എക്സ് എന്താണ്, ആർ ഡി ആണ്. ഇത് എ ഒ ആർ എക്സ് എന്ന് വെച്ചാൽ ആർ ഇൻറ്റു ഡി ആണ്. അപ്പോൾ എഫ് വൺ ഡി വൺ, ഇതാണ് നമ്മളെ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്. എഫ് വൺ ഡി വൺ പ്ലസ് എഫ് ടു ഡി ടു ഈസ് ഈക്വൽ ടു ആർ ഡി. ഇതാണ് വാരിഗ്നസ് തിയറം. അതായത് നമ്മളെ ഒരു പർട്ടിക്കുലർ പോയിന്റ് മൊമെൻറ്റ് സെൻറ്റർ എടുക്കാം. അപ്പോൾ ഡിഫറെൻറ്റ് ഫോഴ്സസ്, ഒരു സിസ്റ്റം ഓഫ് ഫോഴ്സസ് ആ പർട്ടിക്കുലർ മൊമെൻറ്റ് സെൻറ്ററായിട്ട് ഉണ്ടാക്കുന്ന മൊമെൻറ്റിൻ്റെ അൾജിബ്രൈക് സം വിൽ ബി ഈക്വൽ ടു ദി moment made by the resultant of those forces with respect to that particular center of moment or moment center, right? So that is what Wagner's theorem. ഇതിപ്പോൾ if we have number of forces f1 d1 plus f2 d2 plus f3 d3 plus etc up to fn dn is equal to എന്താണ്, റിസൾട്ടൻ്റ് r into d. അപ്പോൾ ഈ ആർ എന്ന് പറയുന്നത് റിസൾട്ടൻ്റ് ഓഫ് എഫ് വൺ എഫ് ടു എഫ് ത്രീ എഫ് ഫോർ എഫ് ഫൈവ് അപ് ടു എഫ് എൻ, ആൻഡ് ഡി എന്ന് വെച്ചാൽ ഏത് മൊമെൻ്റ് ഓഫ് സെൻറ്ററാണ് നമ്മൾ എടുക്കുന്നത് ആ മൊമെൻ്റ് ഓഫ് സെൻറ്ററുമായിട്ട് ഈ ആറ് ഉണ്ടാക്കുന്ന ഡിസ്റ്റൻസ്, ആറിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഓക്കെ. ഇനി അടുത്തൊരു ഒരു ടേം എന്ന് പറയുന്നത് കപ്പിൾ എന്നുള്ള ടേം. കപ്പിൾ എന്ന് വെച്ചാൽ സപ്പോസ് വി ഹാവ് ടു പാരലൽ ഫോഴ്സസ്, two parallel forces equal in magnitude wise equal but direction wise opposite in direction, and separated by a definite distance, separated by a definite distance are said to form a couple. ഈ കപ്പിൾ എന്ന് പറയുന്നത് ഒരു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ്, അതായത് എഫ് പക്ഷേ രണ്ടിൻ്റെ വാല്യൂ എഫ് അത് പാരലലാണ്, പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്, ആൻഡ് സെപ്പറേറ്റഡ് ബൈ എ പർട്ടിക്കുലർ ഡെഫിനറ്റ് ഡിസ്റ്റൻസ് ഡി. അപ്പോൾ ഈ ഫോഴ്സിനെ നമ്മൾ ഇങ്ങനെയുള്ള ഫോഴ്സസിനെ നമ്മൾ കപ്പിൾ എന്ന് വിളിക്കും. അപ്പോൾ ഈ കപ്പിളിനൊരു എന്താണ്, ഇപ്പോൾ ഇത് മുകളിലേക്ക് ഇത് താഴേക്ക് ആയതുകൊണ്ട് ഇതിന് ഇപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് അല്ലേ. ഒരു ബോഡിയിൽ ഇങ്ങനെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്
ഇങ്ങനെയാണ് ഈ ഡയറക്ഷൻ എങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ്. സിമിലർലി ഇതിപ്പോൾ താഴേക്കും ഇത് മുകളിലേക്കും ആണെങ്കിൽ ഇതിനെങ്ങനെ ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ ഇതും ഈ കപ്പിളും ഒരു മൊമെൻ്റ് ഉണ്ടാക്കും. ആ മൊമെൻ്റ് എന്ന് പറയുന്നത് ആക്ച്വലി എഫ് ഇൻറ്റു ഡി ആണ്. ഈ മൊമെൻ്റ് എന്ന് പറയുന്നത് എഫ് ഇൻറ്റു ഡി. എഫ് എന്ന് വെച്ചാൽ ഈ രണ്ട് ഫോഴ്സിൻ്റെയും വാല്യൂ സെയിം ആയിരിക്കുമല്ലോ. ആ എഫ് ഇൻറ്റു ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡി. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ശരിക്കും നമ്മൾ മൊമെൻ്റ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കുക. ഇതിൻ്റെ അകത്തൊരു പോയിന്റ് എന്ന് കഴിക്കുക. സപ്പോസ് ഇതിൻ്റെ അകത്തൊരു 1 എന്നുള്ള പോയിന്റ്. അപ്പോൾ ഇവിടുന്ന് ഈ ഫോഴ്സും ഈ പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് D1, അടുത്ത ഫോഴ്സും ഇതും തമ്മിലുള്ള ഡിസ്റ്റൻസ് D2 ആണെങ്കിൽ M1 എന്ന് പറയുന്നത് എഫ് D1 പ്ലസ് എഫ് D2 അല്ലേ. അതായത് 1നെ ബേസ് ചെയ്തിട്ടുള്ള മൊമെൻ്റ് എന്ന് വെച്ചാൽ എഫ് D1 പ്ലസ് എഫ് D2, അതെന്ന് വെച്ചാൽ എഫ് ഇൻറ്റു D1 പ്ലസ് D2 അല്ലേ. അപ്പോൾ എഫ് ഡി, അതാണ് ഞാൻ എഴുതിയത്, എഫ് ഡി അല്ലേ, എഫ് ഡി. അതേപോലെ ഇപ്പോൾ സെയിം കപ്പിൾ നമ്മൾ എടുക്കുന്ന പോയിന്റ് 2 ഇതിൻ്റെ പുറത്താണെങ്കിൽ ഇത് എഫ്. അപ്പോൾ ഇവിടുന്ന് 2ലേക്കുള്ള ഡിസ്റ്റൻസ് D1. ഓക്കെ, അത് D3 എടുത്തോ. ഇവിടുന്ന് ഇങ്ങോട്ട് ഈ പർട്ടിക്കുലർ ഡിസ്റ്റൻസ് D4 ആണെങ്കിൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ എടുക്കുമ്പോൾ ഈ പോയിന്റ് ബേസ് ചെയ്ത് എടുക്കുമ്പോൾ ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് റൊട്ടേറ്റ് ചെയ്യുക അല്ലേ. റൈറ്റ് വേർഡ്സിലെ ഈ ഒരു ടേം ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. സെക്കൻഡ് ടേം എന്ന് വെച്ചാൽ 1നെ ബേസ് ചെയ്തിട്ട് ഇത് ഈ ഫോഴ്സ് അതും ആൻറ്റി ക്ലോക്ക് വൈസ് അല്ല, ക്ലോക്ക് വൈസ്, ഇതും ക്ലോക്ക് വൈസ് അല്ലേ. അപ്പോൾ രണ്ടും ആഡ് ചെയ്യുക. അതുകൊണ്ടാണ് ഇത് രണ്ടും ആഡ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇത് ആഡ് ചെയ്തത്? രണ്ടും ലൈക്ക് മൊമെൻ്റ് ആണ്. ലൈക്ക് മൊമെൻ്റ് എന്ന് വെച്ചാൽ സെയിം ഡയറക്ഷൻ അല്ലേ. ഈ എന്നുള്ള പോയിന്റിനെ ബേസ് ചെയ്തിട്ട് ഈ പർട്ടിക്കുലർ ഫോഴ്സ് ക്ലോക്ക് വൈസിലാണ് റൊട്ടേറ്റ് ചെയ്യിക്കാൻ ശ്രമിക്കുന്നത്. അതേപോലെ എന്നുള്ള പോയിന്റിനെ ബേസ് ചെയ്തിട്ട് ഈ താഴേക്കുള്ള ഫോഴ്സും ക്ലോക്ക് വൈസിലാണ് റൊട്ടേറ്റ് ചെയ്യിക്കാൻ ശ്രമിക്കുന്നത് അല്ലേ. പക്ഷേ ഇവിടെ നോക്കുക, ഇവിടെ ഈ സെക്കൻഡ് പോയിന്റ് ബേസ് എഫ് സെക്കൻഡ് പോയിന്റ് ഉണ്ടാക്കുന്ന ഈ പർട്ടിക്കുലർ ഫോഴ്സ് ഉണ്ടാക്കുന്നത് എഫ് D3 ആണ്. സപ്പോസ് അത് ക്ലോക്ക് വൈസ് തന്നെയാണ്, അതുകൊണ്ട് അത് പോസിറ്റീവ് എടുത്തു എഫ് D3. പക്ഷേ ഈ പർട്ടിക്കുലർ ഫോഴ്സ് രണ്ടിനെ ബേസ് ചെയ്തിട്ട് ആൻറ്റി ക്ലോക്ക് വൈസിലല്ലേ റൊട്ടേറ്റ് ചെയ്യിക്കാൻ ശ്രമിക്കുന്നത്, ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ അത് മൈനസ് എടുത്തോ, എഫ് D4. അപ്പോൾ എഫ് ഇൻറ്റു D3 മൈനസ് D4 എന്ന് വെച്ചാൽ സെയിം D3 മൈനസ് D4 എന്ന് വെച്ചാൽ ഈ ഡിസ്റ്റൻസ്, അതായത് ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ്, അത് D ആണ്, അല്ലേ. നെറ്റ് ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് D. അപ്പോൾ എങ്ങനെ എടുത്തു കഴിഞ്ഞാലും നമ്മൾ എടുക്കുന്ന പോയിന്റ് പുറത്തായാലും അകത്തായാലും D തന്നെയാണ് അല്ലേ, D തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ കപ്പിളിൻ്റെ കേസിൽ കപ്പിളിൻ്റെ മൊമെൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും എഫ് ഇൻറ്റു ഡി. നമ്മൾ എടുക്കുന്ന മൊമെൻ്റ് സെൻറ്റർ അകത്തോ പുറത്തോ എവിടെ ആയാലും ഇറ്റ് ഡസൻറ്റ് മേക്ക് എനി ഡിഫറൻസ്. ദ ഫോഴ്സ് ഇൻറ്റു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ the magnitude of force into the distance between the two forces which form that couple will give the moment due to that couple അല്ലേ. So we can have many conclusions in the case of couple, that a couple is nothing but two forces, a pair of equal and opposite parallel forces which are separated by a definite distance അല്ലേ. അപ്പോൾ ഇതിന് ട്രാൻസ്ലേറ്ററി എഫക്റ്റ് ഉണ്ടാവില്ല, അതായത് ലീനിയർ എഫക്റ്റ് ഉണ്ടാവില്ല. There will not be any ട്രാൻസ്ലേറ്ററി എഫക്റ്റ് എന്ന് വെച്ചാൽ ഈ ലീനിയർ മോഷൻ, ആംഗുലാർ മോഷൻ ഉണ്ടാവും, ലീനിയർ മോഷൻ ഉണ്ടാവില്ല. കാരണം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ നെറ്റ് എഫക്റ്റ് 0 ആയി അല്ലേ. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആകുമ്പോൾ നെറ്റ് എഫക്റ്റ് 0 ആയി. നോ ട്രാൻസ്ലേറ്ററി എഫക്റ്റ് ഓൺ എനി ബോഡി. ഇപ്പോൾ കപ്പിൾ കാരണം ഒരു ട്രാൻസ്ലേറ്ററി എഫക്റ്റ് ഉണ്ടാവില്ല, പക്ഷേ റൊട്ടേഷൻ എഫക്റ്റ് ഉണ്ടാവും. റൊട്ടേഷൻ എഫക്റ്റ് കാണാനാണ് മൊമെൻറ്റ് കാണുന്നത്. മൊമെൻറ്റ് അബൌട്ട് എനി പോയിന്റ് ഈസ് കോൺസ്റ്റൻറ്റ് ആൻഡ് ഇറ്റ് വിൽ ബി ഈക്വൽ ടു ദി പ്രൊഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സസ് ആൻഡ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ഫോഴ്സസ്.
രണ്ട് ഫോഴ്സ് തമ്മിലെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഡി ആണെങ്കിൽ ആ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എഫ് ആണെങ്കിൽ എഫ് ഇൻറ്റു ഡി ആണ് മൊമെൻറ്റ് തരിക. ഓക്കെ, സോ ദ കപ്പിൾ ഈസ് rotated through any angle, couple is shifted to any other, it can be shifted to any other position, couple is replaced by another, okay. So കപ്പിളിൻ്റെ ഒരു സപ്പോസ് ഒരു ബോഡി ഉണ്ട്, ഇവിടെ ഒരു എ എന്നുള്ള പോയിന്റിൽ സപ്പോസ് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, വേറൊരു പോയിന്റ് ബി ഉണ്ട്. ഈ ബീനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എം ബി എന്നുള്ളത് ബീനെ ബേസ് ആയിട്ടുള്ള മൊമെൻറ്റ് എഫ് ഇൻറ്റു ഡി അല്ലേ, എഫ് ഇൻറ്റു ഡി. ഓക്കെ, ഇനി സെയിം ബോഡി എ എന്നുള്ള ഫോഴ്സിൽ എഫ് എന്നുള്ള ഫോഴ്സ് ഉണ്ട്, ബി എന്നുള്ള ഫോഴ്സ് പോയിന്റിൽ ഫോഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ സെയിം എഫ് ഇവിടെ ഇങ്ങനെ ആഡ് ചെയ്തു. അപ്പോൾ ഈ എഫ് ഒരേ പോയിന്റിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സെയിം മാഗ്നിറ്റ്യൂഡ് ആഡ് ചെയ്താൽ നെറ്റ് എഫക്റ്റ് സീറോ അല്ലേ? സീറോ ആണ്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ ഈ ഫോഴ്സും ഈ പെർട്ടിക്കുലർ ഫോഴ്സും, ഈ രണ്ട് ഫോഴ്സിൻ്റെയും പ്രത്യേകത എന്താണ്? ദീസ് ടു ഫോഴ്സസ് ആർ ഈക്വൽ, ഓപ്പോസിറ്റ് ആൻഡ് ഇത് പാരലായിട്ടാണ് വരച്ചത്. ഇത് പാരലായിട്ടാണ് ഞാൻ വരച്ചത്. ഓക്കെ, പാരലായിട്ടാണ് വരച്ചത്. സോ ദീസ് ടു ഫോഴ്സസ് ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ, ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ്, ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ, ആൻഡ് ദേ ആർ പാരലൽ ടു അല്ലേ? അപ്പോൾ പ്രത്യേകത എന്താ വെച്ചാൽ ഇതും ഒരു കപ്പിൾ ഫോം ചെയ്തു അല്ലേ? കപ്പിൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഈ പർട്ടിക്കുലർ സിറ്റുവേഷന് എ ഉണ്ട്, ബി ഉണ്ട്, ബിയിലൊരു ഫോഴ്സ് എഫ് ഉണ്ട്. പക്ഷേ ഇത് രണ്ടിനെയും ഒഴിവാക്കിയിട്ട് ജസ്റ്റ് ഒരു മൊമെൻറ്റ്, ആ കപ്പിളല്ലേ ഫോം ചെയ്യുന്നത്. കപ്പിളിൻ്റെ ഡയറക്ഷൻ എന്താ? ഇത് ഇങ്ങോട്ട് ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു ക്ലോക്ക് വൈസ് ബി എന്നുള്ള പോയിന്റിൽ ഒരു ക്ലോക്ക് വൈസ് എഫ് ഇൻറ്റു ഡി എന്നുള്ളൊരു മൊമെൻറ്റ് ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ കേസിന് ഒരു ഫോഴ്സിനെ ഈ ഒരു പർട്ടിക്കുലർ ഫോഴ്സിനെ ഞാൻ റിസോൾവ് ചെയ്തു. എങ്ങനെ റിസോൾവ് ചെയ്തു എന്ന് വെച്ചാൽ അതിനെ വേറൊരു ഫോഴ്സും വേറൊരു കപ്പിളുമായിട്ട് മാറ്റി അല്ലേ? സെയിം ഫോഴ്സ് ആയിരുന്നു. അപ്പോൾ ഈ ബോഡിക്കകത്തുള്ള എഫക്റ്റ് സെയിം ആയിരിക്കും. ഈ ഫോഴ്സ് എഫ് എന്നുള്ളൊരു ഫോഴ്സ് എയിൽ ആക്ട് ചെയ്യുന്നതും സെയിം ഫോഴ്സ് ബിയിൽ ആക്ട് ചെയ്യുന്നതും സെയിം ആയിരിക്കും. പക്ഷെ എന്തുണ്ടാവും? ഒരു എക്സ്ട്രാ ഒരു മൊമെൻറ്റ് ബിയിൽ ആക്ട് ചെയ്താൽ നമുക്ക് സെയിം എഫക്റ്റ് കിട്ടും. എ എന്നുള്ള പോയിന്റിൽ എഫ് ആക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ എഫക്റ്റ് തന്നെയാണ് സെയിം ഫോഴ്സ് ബിയിൽ ആക്ട് ചെയ്യുകയും എഫ് ഇൻറ്റു ഡി എന്നുള്ളൊരു മൊമെൻറ്റ് ബിയിൽ ആക്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഫോഴ്സിനെ നമ്മൾ എന്താക്കി? ഒരു പർട്ടിക്കുലർ ഫോഴ്സിനെ ഞാൻ റിസോൾവ് ചെയ്തു. എങ്ങനെ? വേറൊരു ഫോഴ്സും വേറൊരു കപ്പിളുമായിട്ട് അല്ലേ? I have resolved a particular force into a force and a couple. ഒരു ഫോഴ്സിനും ഒരു കപ്പിളുമായിട്ട് റിസോൾവ് ചെയ്ത്. ഓക്കെ, ഇനി ഞാൻ വേറൊരു സിറ്റുവേഷൻ പറയാം. എന്ന് വെച്ചാൽ സപ്പോസ് I have different forces. So this is an force F1 acting on a particular body, another force F2, another force F3, and there is a point O. Okay, so the resultant of a force system in the one which will have some rotational as well as translatory effect. അതെങ്ങനെ കാണുന്നത് വെച്ചാൽ നോക്കാം. ഇപ്പോൾ ഈ ഒരു പോയിന്റ് ഓനെ ബേസ് ഇപ്പോൾ ഈ ഫോഴ്സിന് എന്തായാലും ഈ സിസ്റ്റം ഓഫ് ഫോഴ്സിന് ട്രാൻസ്ലേറ്ററി എഫക്റ്റും ഉണ്ടാവും, റൊട്ടേഷണൽ എഫക്റ്റും ഉണ്ടാവും അല്ലേ? കാരണം എന്താണ്? നമ്മളൊരു പോയിന്റിനെ ബേസ് ചെയ്തിട്ട് ഇത് റൊട്ടേറ്റ് ചെയ്യിക്കും അല്ലേ? അപ്പോൾ ഇതിൻ്റെ റിസൾട്ടൻ്റ് ഫോഴ്സും അല്ലെങ്കിൽ റിസൾട്ടൻ്റ് മൊമെൻറ്റും ഒക്കെ എങ്ങനെയാണ് കാണാം? ഇപ്പോൾ നമ്മൾ 3 ഡിഫറെൻറ്റ് ഫോഴ്സസ് ഉണ്ട്. ഈ 3 ഡിഫറെൻറ്റ് ഫോഴ്സസിൻ്റെയും നെറ്റ് എഫക്റ്റ് കാണുന്നതാണ് ഈ റിസൾട്ടൻ്റ് കാണുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ 3 ഡിഫറെൻറ്റ് ഫോഴ്സസിന് എന്താക്കാം? നമുക്ക് റിസൾട്ടൻ്റ് കാണാം അല്ലേ? അപ്പോൾ ഈ 3 ഡിഫറെൻറ്റ് ഫോഴ്സസിനും ട്രാൻസ്ലേറ്ററി എഫക്റ്റും ഉണ്ടാവും. ഈ പോയിന്റ് ഓനെ ബേസ് ചെയ്തിട്ട് ഒരു മൊമെൻറ്റ് റൊട്ടേഷണൽ എഫക്റ്റും ഉണ്ടാവും. ഈ റൊട്ടേഷണൽ എഫക്റ്റ് കാണാൻ ഓരോ ഫോഴ്സ് ഉണ്ടാക്കുന്ന മൊമെൻറ്റിൻ്റെ സമ്മ് കണ്ടാൽ മതി അല്ലേ? അപ്പോൾ നമുക്കറിയാം, നമുക്കൊരു ഫോഴ്സിനെ റിസോൾവ് ചെയ്യുമ്പോൾ അത് ഫോഴ്സായിട്ടും കപ്പിളായിട്ടും അല്ലെങ്കിൽ മൊമെൻ്റായിട്ടും റിസോൾവ് ചെയ്യാം അല്ലേ? അപ്പോൾ ഞാൻ ഈ ഒരു കേസിന് ഞാൻ സെയിം ബോഡി ഉണ്ട്,
O എന്നുള്ള പോയിന്റ് ഉണ്ട്. O എന്നുള്ള പോയിന്റിൽ ഈ വണ്ണിന് പകരം ആ ഓയിൽ കൂടി ഞാൻ വണ്ണിന് പാരലായിട്ട് റിസോൾവ് ചെയ്യുന്നതാണ്. അപ്പോൾ F1 ഞാൻ റിസോൾവ് ചെയ്യുക വെച്ചാൽ F1 ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്തു. ആ ഒരു മൊമെൻറ്റ് എങ്ങനെയാണ് ഈ മൊമെൻറ്റ് ഉണ്ടാക്കുന്നത്? ഇത് ക്ലോക്ക് വൈസ് ഏതെങ്കിലും ആവട്ടെ. F1 പാരലായിട്ട് കൊണ്ടുവന്നു, അതേപോലെ F2 പാരലായിട്ട് കൊണ്ടുവന്നു, അതേപോലെ F3 പാരലായിട്ട് കൊണ്ടുവന്നു അല്ലേ. പാരലായിട്ട് കൊണ്ടുവന്നാൽ മാത്രം പോരാ, എന്ത് വേണം? ഇതൊക്കെ ഈ മൂന്ന് ഫോഴ്സും ഓനെ ബേസ് ആയിട്ട് ഉണ്ടാക്കുന്ന മൊമെൻറ്റിനെ നമ്മൾ ഇവിടെ ആഡ് ചെയ്യണം. ഇവിടെ O എന്നുള്ള പോയിന്റിൽ ആഡ് ചെയ്യണം. അതിപ്പോൾ സമ്മ് ചിലപ്പോൾ ക്ലോക്ക് വൈസ് ആവാം, ആൻറ്റി ക്ലോക്ക് വൈസ് ആവാം. ഓക്കെ, ആൻറ്റി ക്ലോക്ക് വൈസോ ക്ലോക്ക് വൈസോ എങ്ങനെയാണ് അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താലേ മനസ്സിലാവും. ചിലപ്പോൾ സമ്മ് ചെയ്താൽ നമുക്ക് പോസിറ്റീവ് കിട്ടി, അത് പോസിറ്റീവോ നെഗറ്റീവോ എങ്ങനെ വേണം കിട്ടാം മൊമെൻ്റ് ആഡ് ചെയ്ത്. അപ്പോൾ ഈ സിഗ്മ എം O എന്നുള്ള ഒരു വാല്യൂ ഓല ആക്ട് ചെയ്യണം അല്ലേ. സംഗതി മനസ്സിലായോ? ഇപ്പോൾ ഈ ഒരു കേസ് കണ്ടില്ലേ നിങ്ങൾ? ഇവിടെയുള്ള ഒരു എഫിനെ ഞാൻ എന്താക്കി, ആ എഫിനെ നേരെ പാരലായിട്ട് ബിയിലേക്ക് കൊണ്ടുവന്നു, സെയിം ആൻറ്റിറ്റ്യൂഡ് പാരലായിട്ട് കൊണ്ടുവന്നു, പിന്നെ ഒരു മൊമെൻറ്റും കൂടെ ആഡ് ചെയ്തില്ലേ. ആ മൊമെൻറ്റ് വെച്ചാൽ M1 എന്ന് വെച്ചോ. അപ്പോൾ ഈ കേസിൽ എന്താക്കി, മൂന്ന് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ O എന്നുള്ള പോയിന്റിനെ ബേസ് ആയിട്ടുള്ള ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എന്താക്കി, F1 ഞാൻ പാരലായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു, F2 പാരലായിട്ട് ഇങ്ങനെ കൊണ്ടുവന്നു, F3 പാരലായിട്ട് എല്ലാം ഓയിൽ കൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവന്നു. അതേസമയം എല്ലാ മൊമെൻറ്റും മൂന്ന് ഫോഴ്സസ് ഉണ്ടാക്കുന്ന മൊമെൻറ്റ്, ഓനെ ബേസ് ആയിട്ട് ഉണ്ടാക്കുന്ന മൊമെൻറ്റ് ഇവിടെ ആഡ് ചെയ്തു അല്ലേ. ഈ സിഗ്മ എം എന്ന് വെച്ചാൽ എന്താ? വെച്ചാൽ M1 ഫോഴ്സ് 1 ഉണ്ടാക്കുന്ന മൊമെൻറ്റ് ബേസ്ഡ് ഓൺ M1 ആൻഡ് M2 ബേസ്ഡ് ഓണോ M3 ബേസ്ഡ് ഓണോ അല്ലേ. M1 എന്ന് വെച്ചാൽ സപ്പോസ് എഫ് ഓയിലേക്കുള്ള ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് D1 ആണെങ്കിൽ M1 ഈസ് നത്തിങ് ബട്ട് F1 into D1. അങ്ങനെയാണ് കാണുക. M2 വെച്ചാൽ F2 into D2, M3 വെച്ചാൽ F3 into D3. മനസ്സിലായില്ലേ? സിഗ്മ എമ്മും കൂടെ കിട്ടി. ഇനി ഈ മൂന്ന് ഡിഫറെൻറ്റ് ഫോഴ്സസ് ഉണ്ട്. ഇതിപ്പോൾ കൺകറൻറ്റ് ഫോഴ്സ് ആയില്ലേ, കാരണം എല്ലാം ഇൻ്റർസെക്റ്റിംഗ് അറ്റ് വൺ പർട്ടിക്കുലർ പോയിന്റ്. അപ്പോൾ കൺകറൻറ്റ് ഫോഴ്സ് ആയതുകൊണ്ട് ഈ ബോഡീനെ ഞാൻ O എന്നുള്ള പോയിന്റ് ഉണ്ട്, കൺകറൻറ്റ് ഫോഴ്സസ് F1, F2, F3 എല്ലാം കൂടിയിട്ട് ഒന്നിച്ചാക്കിയിട്ട് ഒരു റിസൾട്ടൻ്റ് R ആക്കി. കാരണം എങ്ങനെ ചെയ്യാമെന്ന് അറിയാമല്ലോ. കാരണം F1 എക്സ് കോമ്പണൻറ്റ്, F2 എക്സ് കോമ്പണൻറ്റ്, F3 എക്സ് കോമ്പണൻറ്റിൽ ആഡ് ചെയ്യാം, അതേപോലെ F1, F2, F3 എല്ലാം Y കോമ്പണൻറ്റിൽ ആഡ് ചെയ്യാം. അപ്പോൾ റിസൾട്ടൻറ്റിൻ്റെ എക്സ് കോമ്പണൻറ്റ്, റിസൾട്ടൻ്റെ Y കോമ്പണൻറ്റും കിട്ടും. എന്നിട്ട് √RX² + RY² ചെയ്താൽ റിസൾട്ടൻ്റ് കിട്ടും. അപ്പോൾ അതൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. അങ്ങനെ നമ്മൾ എന്താ കിട്ടി, റിസൾട്ടൻ്റ് ആറും കിട്ടി, ഇവിടെ ആക്ട് ചെയ്യുന്ന ഒരു സിഗ്മ എമ്മും കിട്ടി അല്ലേ. ഇനിയിപ്പോൾ ഒരു ആറുണ്ട്, സിഗ്മ എമ്മും ഉണ്ട്. അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓല് വെച്ചിട്ട് ഈ ആറിനെ കുറച്ച് ഡിസ്പ്ലേസ് ചെയ്യാം. ഇങ്ങോട്ട് ഡിസ്പ്ലേസ് ചെയ്യാം. ആ ഡിസ്റ്റൻസ് എന്തായിരിക്കും, ഒരു D ആയിരിക്കും. അപ്പോൾ നമുക്ക് മൊമെൻ്റ് ഒഴിവായി. അതായത് നേരെ തിരിച്ചു, അതായത് ഒരു ഫോഴ്സിനെ ഫോഴ്സും മൊമെൻറ്റും ആക്കാൻ നമ്മൾ പഠിച്ചില്ലേ, അല്ലെങ്കിൽ ഫോഴ്സും കപ്പിളും ആക്കാൻ പഠിച്ചില്ലേ. അതേപോലെ നേരെ തിരിഞ്ഞു, ഒരു ഫോഴ്സിനെയും കപ്പിളിനെയും കൂടിയിട്ട് ഒരു ഫോഴ്സ് തന്നെ ആക്കി. അതാണ് ഇവിടെ ചെയ്തത്. ഇവിടെ ഒരു റിസൾട്ടൻ്റ് ഫോഴ്സും ഉണ്ട്, ഒരു കപ്പിളും ഉണ്ട്. അതിനെ ഞാൻ കുറച്ച് ഡിസ്പ്ലേസ് ചെയ്തു, ഒരു D എന്നുള്ള ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ് ചെയ്തു O എന്ന്. അപ്പോൾ കപ്പിൾ നമുക്ക് ഒഴിവായി, ഫോഴ്സ് മാത്രമായി അല്ലേ. പക്ഷേ ആ ഫോഴ്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഫോഴ്സിൻ്റെ വാല്യൂ എങ്ങനെയാണ്? അല്ലെങ്കിൽ ഈ ഡിസ്റ്റൻസ് Dയുടെ വാല്യൂ, ഡിസ്റ്റൻസ് D എന്ന് വെച്ചാൽ R × D എന്തായിരിക്കണം? സിഗ്മ MO ആയിരിക്കണം. D എത്ര ഡിസ്റ്റൻസിലാണ് ഡിസ്പ്ലേസ് ചെയ്യേണ്ടത്? സിഗ്മ MO/R എന്നുള്ള ഡിസ്റ്റൻസിലേക്ക് ഡിസ്പ്ലേസ് ചെയ്യണം. ഓക്കെ, അപ്പം അങ്ങനെയാണെന്ത് നമുക്ക് ഒരു റിസൾട്ടൻ്റ്. അപ്പോൾ എന്താണ് കിട്ടിയത്? നമുക്ക് ഒരു റിസൾട്ടൻ്റ് R കിട്ടി. ഏത് കേസിൻ്റെ? ഈ F1, F2, F3 എന്നുള്ളൊരു ഫോഴ്സ് ഉണ്ട്. F1, F2, F3 എന്നുള്ള ഫോഴ്സ് ഉണ്ട്.
ഒന്നും കൂടെ ഇങ്ങനെ സിമ്പിളായിട്ടൊന്ന് വെച്ചാൽ നമുക്ക് F1 F2 F3 എന്നുള്ള കൺകറൻറ്റ് നോൺ കൺകറൻറ്റ് കോപ്ലനാർ ഫോഴ്സസ് ഉണ്ട്. O എന്നുള്ളൊരു പോയിൻ്റ് ബേസ് O എന്നുള്ള പോയിൻ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ 3 ഫോഴ്സസിൻ്റെയും റിസൾട്ടൻ്റ് കാണണമെങ്കിൽ കൺകറൻ്റ് ആണെങ്കിൽ നമുക്ക് കാണാം, കൺകറൻ്റ് ആണെങ്കിൽ ഈസി ആയിട്ട് കാണാം. പക്ഷേ ഇത് കൺകറൻ്റ് അല്ലാത്ത കേസ് പാരലലൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ പോയിൻ്റ് O എന്നൊരു ഡിസ്റ്റൻസ് ഡിയിൽ ഒരു R കാണാം. ഈ R എന്ന് വെച്ചാൽ ആറിൻ്റെ RX എന്ന് പറയുന്നത് RX എന്ന് വെച്ചാൽ F1x പ്ലസ് F2x പ്ലസ് F3x ആണ്. അതേപോലെ RY എന്നുള്ളത് F1y പ്ലസ് F2y പ്ലസ് F3y തന്നെയാണ്. അതായത് RX ഈസ് നത്തിങ് ബട്ട് സിഗ്മ എഫ് ഓഫ് എക്സ്, അതേപോലെ RY ഈസ് നത്തിങ് ബട്ട് സിഗ്മ എഫ് ഓഫ് വൈ അല്ലേ? യെസ്. ദെൻ R ഈസ് നത്തിങ് ബട്ട് റൂട്ട് ഓഫ് RX സ്ക്വയർ പ്ലസ് RY സ്ക്വയർ. അപ്പോൾ അങ്ങനെ ചെയ്ത് എന്ത് കിട്ടി, ഈ R കിട്ടി. പക്ഷേ ഡിസ്റ്റൻസ് ഡി ഏത് O എന്നുള്ള പോയിന്റ് നിന്ന് എത്ര ഡിസ്റ്റൻസ് ഡിയിലാണ് ഇത് ഉണ്ടാവുക, ഈ ആറിൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് കാണാൻ എന്ത് ചെയ്താൽ മതി, ഡി ഈസ് ഈക്വൽ ടു സിഗ്മ എം ഒ ബൈ ആർ ചെയ്താൽ മതി. സിഗ്മ എം ഒ ബൈ ആർ. ഈ സിഗ്മ എം ഒ വെച്ചാൽ എന്താ, നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. സിഗ്മ എം ഒ വെച്ചാൽ M1 M2 M3 അതിൻ്റെ സമ്മ്. ഓക്കെ. ഇനി R ആക്ട് ചെയ്യുന്ന ആംഗിൾ എക്സ് ആക്സിസ് എന്നുള്ള ആംഗിൾ ആൽഫ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ആൽഫ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് സിഗ്മ എഫ് ഓഫ് വൈ ബൈ സിഗ്മ എഫ് ഓഫ് എക്സ്. അല്ലെങ്കിൽ അതാണ് എങ്ങനെയാണ് ആൽഫ. അപ്പോൾ ഈ ആൽഫ കാണണം, ഡി കാണണം, ആറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണണം. ഇത്രയും 3 കാര്യങ്ങൾ കാണണം. അപ്പോൾ ഇങ്ങനെയാണ് ഒരു നോൺ കൺകറൻറ്റ് കോപ്ലനാർ ഫോഴ്സ്, ഒരു കോപ്ലനാർ നോൺ കൺകറൻറ്റ് ഫോഴ്സസിൽ നമ്മൾ റിസൾട്ടൻ്റ് കാണുന്നത് ഇങ്ങനെയാണ്. ഐഡിയ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.